നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന സമയത്ത് ഒരു വിലസാം എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ പലരുടെയും പദ്ധതി പാളി. അതിലൊരാളാണ് വി ഡി സതീശനെ വെട്ടിയത് പിണറായി വിജയനാണ് എന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ തുറമുഖത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എല്ലാ അവകാശവും അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഉമ്മൻചാണ്ടിക്ക് ഉള്ളതാണ്, അതായത് പഴയ UDF സർക്കാരിന് ഉള്ളതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ഇത്തവണ വേദിയിൽ നിന്നും പിണറായി വിജയൻ വളരെ നൈസായി ഒഴിവാക്കി. പക്ഷേ ആ ഒഴിവാക്കലിൻ്റെ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ മറ്റു പലരും ഇപ്പോൾ വലിയ കൂട്ടക്കരച്ചിലാണ്. ഇതിലൊരു കരച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് മറ്റാരുടെയുമല്ല, നമ്മുടെ മരുമകൻ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് എല്ലാ സർക്കാർ പരിപാടികൾക്കും ഒന്നാമനായി മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമനായി നിൽക്കുന്ന ഒരാളാണ് PA മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ മുതിർന്നയാളൊന്നുമല്ല, പാർട്ടിയിൽ മുതിർന്നയാളൊന്നുമല്ല, പക്ഷേ അധികാരത്തിൽ ഏറ്റവും മുതിർന്നയാളാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ എല്ലാ വകുപ്പും കൈയടക്കി ഭരിക്കുന്നു എന്ന കരക്കമ്പിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെല്ലാം സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും. രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്ന ആളുകൾ മാത്രമേ വേദിയിലിരിക്കുക സാധ്യമായിട്ടുള്ളൂ. അതും ആരൊക്കെ വേദിയിലിരിക്കണമെന്ന് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. ചിലരൊക്കെ വേദിയിലിരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പറയും. അവരിൽ ചിലരെയൊക്കെ വേദിയിലിരുത്തും PMO. പക്ഷേ PMOയ്ക്കും അവരുടേതായ ചോയ്സ് ഉണ്ടാവും. എന്തായാലും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP ഇന്ത്യ ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രി BJPയുടേതായിരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മളെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. തീർച്ചയായും അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ എല്ലാ പാർട്ടികളും ചെയ്തു പോരാറുണ്ട്. പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആരൊക്കെയാണ് വേദിയിൽ കയറിയിരുന്നത് എന്ന് നമുക്കറിയാം. ഓരോ കേസും എടുത്ത് പരിശോധിച്ചാൽ അത് വലിയ തമാശയാകും. ഇന്നിപ്പോൾ CPM ആണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും ഇതേ നടക്കൂ. എന്തായാലും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ വേദിയിലുണ്ടാകും. ഭാഗ്യവശാൽ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പണ്ട് മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കുമ്മനം രാജശേഖരൻ എങ്ങനെ നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്തു എന്ന് ചോദ്യം ചോദിച്ച മലയാളികളാണ്. അന്ന് തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടിയതുമാണ്. പക്ഷേ വീണ്ടും മലയാളികൾക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ വരുമ്പോൾ മാത്രം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് ഇങ്ങനെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ഞങ്ങളാണ് ആ വേദിയിലിരിക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ എന്തിന് വേദിയിലിരിക്കുന്നു? രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പാർട്ടിക്ക് 20% വോട്ട് കേരളത്തിലുണ്ട്. CPIMനെ പോലെ അഖിലേന്ത്യാ തലത്തിൽ 1.25% വോട്ടല്ല BJPക്കുള്ള കേരളത്തിലുള്ളത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ തീർത്തും ജനപ്രിയമായ അല്ലെങ്കിൽ തീർത്തും ജനസമ്മതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP. ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ വേദിയിലിരിക്കുന്നത് കണ്ട് കൂട്ടക്കരച്ചിലാണ്. ആ കരച്ചിലുകളിൽ ഇപ്പോൾ മരുമകൻ്റെ വിലാപമാണ് ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് വളരെയധികം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.